നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇലക്ഷൻ ഡേ ആണ്, എല്ലാവരും വോട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നെല്ലാവർക്കും പൊതുവെ എല്ലാവർക്കും അവധിയാണല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇഷ്ടംപോലെ കമൻസ് കാണാറുണ്ട്. ചിലർ അവരുടെ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം ഇതിനകത്ത് കമൻ്റായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, പേരും ഡീറ്റെയിൽസും ഒന്നും ഇടരുത്. കാരണം ഇതൊരു പബ്ലിക് സൈറ്റാണ്. നിങ്ങൾക്ക് സങ്കടങ്ങൾ മീൻസ് മനസ്സിലുള്ള വെയിറ്റൊക്കെ ഇറക്കി വെക്കാനായിട്ടുള്ള, ഭാരം ഇറക്കി വെക്കാനുള്ള ഒരിതാണ്. കമൻ്റ് ഇടുക, കുഴപ്പമില്ല, ഇട്ടോളൂ എന്ത് വേണമെങ്കിലും. പക്ഷെ പേരൊന്നും പറയരുത്. കാരണം ആരൊക്കെ കാണും, നിങ്ങൾ അറിയുന്നവർ കാണാൻ വഴിയുണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്നവരെ അറിയുന്നവർ കാണാൻ വഴിയുണ്ട്. അപ്പോൾ വെറുതെ അത് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാതിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ എന്ത് വേണേൽ എഴുതിക്കോ, ആരെയും ഹേർട്ട് ചെയ്യരുത്, തമ്മിൽ ഹേർട്ട് ചെയ്യരുത്, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ, എന്നാലും ഞാൻ പറഞ്ഞാണ്. ചില സൈറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ തമ്മിലടി കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും എൻ്റെ സൈറ്റിലൊന്നും ചാനലിലൊന്നും കാണുന്നില്ല, അത് ഭാഗ്യം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ അവെയർനെസ് ഉള്ളവരാണ് എൻ്റെ റീഡിങ് കാണുന്നവരെന്ന് എനിക്ക് മനസ്സിലായി. വളരെ നന്ദിയുണ്ട് അതിന്. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന റീഡിങ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണം എന്നില്ല. കുറേ പേർക്ക് റെസനേറ്റ് ചെയ്യും, കുറേ പേർക്ക് റെസനേറ്റ് ചെയ്യില്ല. കാരണം നമ്മൾ കുറേ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് റീഡിങ് എടുക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുണ്ട്. ഇവിടെ കമൻസ് കാണാറുണ്ട്, റെസനേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. ചിലർ ചെയ്തില്ല മാഡം, ഇത് എൻ്റെ റീഡിങ് അല്ല മാഡം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ചില റീഡിങ്സ് റെസനേറ്റ് ചെയ്യും, ചില റീഡിങ്സ് റെസനേറ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിങ്സ് വേണം എന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്, അതിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ടാരോ റീഡിങ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മലയാളം മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട്, അവർ നോർത്ത് ഇന്ത്യൻസ് ആണ് അല്ലെങ്കിൽ പുറത്തുള്ളവരാണ്, മലയാളം അറിയില്ല എന്നൊക്കെ, അവർക്ക് പേഴ്സണൽ റീഡിങ് വേണമെന്ന് ഇംഗ്ലീഷിൽ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് അതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ 3 കളേഴ്സാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്, യെല്ലോ, പിങ്ക്, ഗ്രീൻ കേട്ടോ. അതിൽ ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി യെല്ലോ എന്ന് പറയല്ലേ, ബ്ലൂ, പിങ്ക്, ഗ്രീൻ. റിലേ പോയി പെട്ടെന്ന്. ബ്ലൂ, പിങ്ക്, ഗ്രീൻ. സാധാരണ ഇങ്ങനെ വരുമ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് വീഡിയോ എടുക്കും. വേണ്ട, കുഴപ്പമില്ല, നിങ്ങളല്ലേ, എന്നെ അറിയുന്നവരാണല്ലോ, അതുകൊണ്ട് പ്രശ്നം ഉണ്ടായാലും ക്ഷമിക്കണം. ബ്ലൂ, പിങ്ക്, ഗ്രീൻ കേട്ടോ. ഈ 3 കളേഴ്സാണ് എടുത്തേക്കുന്നത്. ഞാൻ ആദ്യം ബ്ലൂ എടുത്തവരുടെ റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇപ്പം എന്താണ് നടക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ആദ്യം നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി അവരുടെ എനർജി എന്താണ്, അവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ് എന്നത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഓറക്കിൾ മെസ്സേജ് എടുക്കും. പിന്നെ അതിനുശേഷം അവരുടെ ഓവറോൾ എനർജി നമുക്ക് നോക്കാം. പിന്നെ അവരുടെ ലൈഫിൽ ഇപ്പോൾ എന്താ നടക്കുക, അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, പിന്നെ എന്തുകൊണ്ടാണ് അവർ ഈ സിറ്റുവേഷനിൽ കൂടെ പോകുന്നത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്, ഓറക്കിൾ മെസ്സേജ് ആണ് എടുക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ റീഡിങ്സ് കാണുന്ന എല്ലാവർക്കും വളരെ നന്ദി. എല്ലാ കമൻസിനും നന്ദി, ലൈക്സിനും ഷെയറിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും എല്ലാത്തിനും വളരെ വളരെ നന്ദി. നിങ്ങളുടെ സഹായം ഇല്ലാണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, അത് ഞാൻ വളരെ അവെയറാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ റീഡിങ്ങിലേക്ക് പോവുകയാണ്. നമുക്ക് ഓറക്കിൾ മെസ്സേജ്, ബ്ലൂ സെലക്ട് ചെയ്തവരുടെ പേഴ്സണിന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഇതാണ് ഓറക്കിൾ മെസ്സേജ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. റീബർത്ത് ഓഫ് ലോർഡ് ഗണേശ, കറക്റ്റിംഗ് യുവർ മിസ്റ്റേക്സ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെയോ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആരോടായിരിക്കും, എന്ത് തരം തെറ്റാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഇഷ്ടംപോലെ തെറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തിരുത്തണം.
ആ പേഴ്സൺ തെറ്റുകൾ ചെയ്തത് തെറ്റ് ചെയ്തു എന്ന ബോധം ആദ്യം വരണം. അതിനുശേഷം അത് തിരുത്താനോ അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യാനോ മാപ്പ് പറയാനുള്ള ഒരു മനസ്ഥിതി നിങ്ങളുടെ പേഴ്സണ് വേണമെന്നാണ് കാണിക്കുന്നത്. അത് നമ്മൾ അയ്യോ നമ്മൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ. തെറ്റിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം നമ്മൾ. അല്ലെങ്കിൽ ആരോടാണോ സോറി പറയേണ്ടത് അവരോട് സോറി പറയണം. എന്നാലേ നമ്മളുടെ തെറ്റ് ഇല്ലാതാവുകയുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ആ ശാപമായിട്ട് അത് പുറകെ പോരും. അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സണുള്ള ഓറക്കിൾ മെസ്സേജ്. ഇനി നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി എന്താണിപ്പോൾ എന്ന് നോക്കാം. ഇത് ആർക്കും കാണാവുന്ന റീഡിംഗ് ആണ്. നോ കോൺടാക്റ്റ് ആയിക്കോട്ടെ, കോൺടാക്റ്റിലിരിക്കുന്നവരായിക്കോട്ടെ, വഴക്കിട്ടിരിക്കുന്നവരായിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പർ ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആരാണ് ഉള്ളത്, മക്കളായിക്കോട്ടെ, ആരായാലും അത് ലവ് റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആരാണ് നിങ്ങളുടെ മനസ്സിൽ പ്രശ്നമുണ്ടാക്കുന്ന ആ പേഴ്സൺ, നിങ്ങളുടെ മനസ്സിലുള്ള ആർക്കാണോ പ്രശ്നത്തിൽ കൂടെ പോകുന്നത് ആ പേഴ്സൺ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആയിരുന്നു. ഇനി അവരുടെ ഓവറോൾ എനർജി എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ജഡ്ജ്മെൻറ്റ്. യെസ്, ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ മരിച്ചുപോയ ആത്മാക്കളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിനാണ് അതിന് ആ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. പക്ഷെ അത് പല കാര്യങ്ങളാവാം. നിങ്ങളെന്തോ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു കുറ്റബോധത്തിലിരിക്കുകയാണ്. അപ്പോൾ അതിന് മാപ്പ് പറയാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആരോടോ മിണ്ടാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. അവരോട് ചെന്ന് തെറ്റേറ്റു പറഞ്ഞ് അവരോട് മാപ്പ് പറഞ്ഞ റിലേഷൻഷിപ്പ് രണ്ടാമത് പുനർജീവിപ്പിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ പേഴ്സണ് കുറ്റബോധമുണ്ട്. ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള ബോധമുണ്ട് കേട്ടോ. അത് തെറ്റായിപ്പോയി, അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന ഒരു ചിന്തയും കൂടി ഉണ്ട്. സ്കോർപിയോ സോഡിയാക് സൈൻ ആണിത്. എന്താണ് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ? അപ്പോൾ മദർ ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഒരു എനർജിയാണിത്. മദർ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണ്. അത് വളരെ അബ്യൂസീവ് ആണ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജിയിലാണ് ഇരിക്കുന്നത്, പോസിറ്റീവ് അല്ല. നെഗറ്റീവ് എനർജിയിലാവുമ്പം ദുശാഠ്യം, അഹങ്കാരം, ഇതൊക്കെ ഉണ്ടാവും ഈ എനർജിക്ക് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, മറ്റുള്ളവരെ കളിയാക്കുക, മാനസികമായി വിഷമിപ്പിക്കുക, മൈൻഡ് ഗെയിംസ് കളിക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ റിവേഴ്സ് ക്വീൻ ഓഫ് എന്താ പറയുക വാൻസ് വന്നാലുള്ള പ്രശ്നം. പിന്നെ ഇവിടെ ഉള്ളത് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സ്. 3 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ടീം വർക്ക് ഒക്കെയാണ്. റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു കൊളാബറേഷനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. പേഴ്സൺ അഹങ്കാരിയാണ്, പക്ഷെ ഇതുവരെ തിരിച്ചറിവ് വന്നിട്ടില്ല ചെയ്തത് തെറ്റാണെന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഒരു മിഥ്യാബോധത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ശരിയെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്ത ആരോ ഒരാളാണ് ഇവിടെ. അറിയാം തെറ്റ്, കുറ്റബോധമുണ്ട്, മനസ്സിലാണ്, പക്ഷെ തുറന്ന് പറയുന്നില്ല. കാരണം സ്വന്തം വില പോകും. നമ്മൾ പെർഫെക്റ്റ് ആണ്, ഇവർ പെർഫെക്റ്റ് ആണെന്നാണ് ഇവർ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവർ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മറ്റുള്ളവരോട് ആക്സെപ്റ്റ് ചെയ്താൽ അവരുടെ ഒരു വീക്ക്നെസ് ആയിട്ട് കണക്കാക്കില്ലേ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവർ മനസ്സിൽ കുറ്റബോധം ഉണ്ടെങ്കിലും അത് പുറമേ പ്രകടിപ്പിക്കാത്തത് കേട്ടോ. അപ്പോൾ ഒരു വളരെ വളരെ വീക്കായ, വളരെ കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു ക്യാരക്ടറാണിത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? വിക്ടറി. അവരെന്തോ നേടിയെടുത്ത പോലത്തെ ഒരു ചിന്തയിലാണ് ഈ എനർജി ഉള്ളത്. അവർ വിവാഹം കഴിച്ചു, എന്തോ തട്ടിപ്പറിച്ചെടുത്ത് വിവാഹം കഴിച്ച് പെട്ടെന്ന് ഓടിപ്പോയ പോലെ, മനസ്സിലായോ? അപ്പോൾ അതെന്താ അങ്ങനെ? അപ്പോൾ മറ്റുള്ളവർ അർഹിക്കാത്ത എന്തോ ഒരു കാര്യം നേടിയെടുത്ത പോലെയാണ് ഇവരുടെ പെരുമാറ്റം. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു കാര്യം തുറന്ന് പറയാത്ത, വളരെ സീക്രട്ടായിട്ട് വെക്കുന്നത്. ഇവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഈ പേഴ്സണെ ഇവർ എവിടെ നിന്നോ അടിച്ചെടുത്തതാണ്. ഈ പേഴ്സണെ ഇവരുടെ വിവാഹമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു മിനിറ്റ്, ഈ ഫാനൊന്ന് തിരിച്ചു. ഓക്കെ, ഞാനൊരിക്കൽ
ഇവിടെ കുറച്ച് ആക്രി പെറുക്കാൻ കുറച്ച് ആൾക്കാർ വരും കേട്ടോ, ഓട്ടോയിൽ. അപ്പോൾ ഒരു പ്രാവശ്യം യുറേക്ക പോപ്സിൻ്റെ പണ്ടത്തെ ഒരു വാക്യൂം ക്ലീനർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ പാർട്സൊക്കെ ഞങ്ങൾ അടിച്ച് വേർതിരിച്ച് അതൊക്കെ എവിടെയാണെന്ന് അറിയില്ല. ഇത് മാത്രം ബോഡി മാത്രമേ ഉള്ളൂ. അത് പക്ഷേ അപ്പോഴും വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഈ ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് കൊടുത്തു. അപ്പോൾ അയാൾ എൻ്റെ ഉള്ളിലൊന്നുമില്ല, ഞാനത് എടുത്ത് കൊടുത്തു, അയാൾക്ക് കൊടുത്തതാണ്. അപ്പോൾ ഇയാൾ എനിക്കൊരു 50 രൂപ തന്നു, ഞാൻ അത് മേടിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല അയാളോട്, അയാൾ കൊടുത്തു. ഇയാൾ അപ്പോൾ എൻ്റെ മമ്മി പുറകിൽ നിന്ന് വിളിച്ചു, എന്താ അവിടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഇയാൾ ഈ സാധനം ഓട്ടോയിലിട്ടിട്ട് പറന്നുപോയി. മനസ്സിലായോ? അപ്പോൾ അവളുടെ ഉള്ളിൽ കള്ളത്തരമുണ്ട്. അതുപോലെയാണ് എനിക്കിവിടെ തോന്നിയത്. എന്ന് വെച്ചാൽ എന്തോ അർഹിക്കാത്ത എന്തോ ഒരു സാധനം ഓൾമോസ്റ്റ് ഫ്രീ ആയി കിട്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് കട്ടെടുത്തതാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രായ്ക്ക് രാമാന നാട് കടത്തി. മനസ്സിലായോ? ആരും അറിയില്ലെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷേ ഇവർ ചെയ്തത് ആരുടെ അടുത്ത് നിന്നാണോ ഇവർ കൊണ്ടുപോയത് അവർക്കറിയാം ഇവരാണ് കൊണ്ടുപോയിരിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അവർ തൽക്കാലത്തേക്കുള്ള ഒരു സന്തോഷത്തിനാണ്, ഭയങ്കര വയലൻ്റ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവർക്ക് ഇത് അടിച്ചു മാറ്റിയപ്പോൾ. ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കുറച്ചൊരു തെറ്റ് ചെയ്തോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സാണോ ഇത്, പേഴ്സൻ്റെ ലൈഫിലുള്ള ആളുടെ മനസ്സാണോ അറിയില്ല. എന്തായാലും ഇവിടെ അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അർഹിക്കാത്തത് എന്തോ തട്ടിപ്പറിച്ചെടുത്തിട്ട് അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സിൽ അയ്യോ ഇതൊരു ശാപമായിട്ട് മാറോ, അവരുടെ പ്രാക്ക് കിട്ടുമോ എന്നൊക്കെ ഒരു സംശയം. ഇപ്പം അവർ ആരുടെ അടുത്തുനോ തട്ടിപ്പറിച്ചുകൊണ്ട് പോയ കാര്യമാണ്. നമുക്കൊരു വിക്ടറി, ഒരു വിജയം നേടിയതിൽ ഭയങ്കര അഹങ്കരിച്ച ഒരു ക്യാരക്ടറാണിത്. ഇത് ആരുടെ എനർജിയാണെന്ന് അറിയില്ല. എന്തായാലും ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്യപ്പോൾ മിസ്റ്റേക്കാണ് നമ്മളുടെ ഓറക്കിൾ മെസ്സേജ് പറഞ്ഞത്. റെക്ടിഫൈ ചെയ്യണം, അതല്ലെങ്കിൽ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആണെന്ന് വിചാരിക്കുന്നു ഞാൻ. എല്ലാ കാർഡും റിവേഴ്സ് ആണോ നോക്കിയത്? എല്ലാ കാർഡും റിവേഴ്സ് ആണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടേണ്ടി വരും. നേരത്തെ ഞാൻ നോക്കിയപ്പോൾ കാർഡ്സ് പോസിറ്റീവ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിക്ടറി എന്താണ്? അപ്പോൾ ഏതോ ഒരു അമ്മയും കുഞ്ഞുമുണ്ട്, അവരുടെ അടുത്ത് നിന്നാണ് ഇവർ അടിച്ചു മാറ്റിയത്. അതോ നിങ്ങളാണോ അമ്മയും കുഞ്ഞും? അതോ അച്ഛനും കുഞ്ഞുമാണോ ഇത്? ആരോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പുറപ്പെട്ടു പോയി, വേറെ ആരെയോ അടിച്ചുകൊണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ടാണ് അവർക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാർ അപ്പോൾ ഭയങ്കര അഹങ്കരിച്ചു അവരെങ്ങനെയുള്ള ആളെയാണോ വേണമെന്ന് വിചാരിച്ച. അപ്പോൾ അവർ ഓൾറെഡി മാരീഡ് ആയിരുന്നിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളായിട്ട് മാരീഡാണ്. മറ്റേ പേഴ്സണും, ഈ പേഴ്സൺ ആരെയാണോ അടിച്ചുകൊണ്ട് പോയത് ആ പേഴ്സണും മാരീഡാണ്. ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവാം. അപ്പോൾ പക്ഷേ ആ പേഴ്സൺ വളരെ പ്രശസ്തിയിലുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള ആളെയാണോ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചത്, അങ്ങനെ ഒരാളെ കണ്ടപ്പോൾ മുൻപിൻ നോക്കാതെ അവരെ അടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് കേട്ടോ. പക്ഷെ അത് തെറ്റാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ അവരെപ്പോഴും റെഡി അല്ല. ഓക്കെ, പോയി കളഞ്ഞു. എന്നിട്ട് ആ റിലേഷൻഷിപ്പിൽ സ്റ്റക്കായി പോയി. എന്നിട്ട് അവരെയും കൊണ്ട് നാട് കിടക്കുകയോ ചെയ്തു. ഇവിടെ ഒരു ഡെവൽ എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്യുവർലി ഒരു മെറ്റീരിയലിസ്റ്റിക് എനർജിയാണ്. സ്നേഹം കൊണ്ടല്ല. അവരുടെ ആ പോപ്പുലാരിറ്റി, അവരുടെ സൗന്ദര്യം കണ്ടിട്ടാണോ, അവരുടെ പണം കണ്ടിട്ടാണോ, അവർ പ്രശസ്തി കണ്ടിട്ടാണോ എന്ന് അറിയില്ല, നിങ്ങളുടെ പേഴ്സൺ അവരെ അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ പേഴ്സണ് പതുക്കെ ഒരു ബോധോദയം വരുന്നുണ്ട്, ചെയ്തത് തെറ്റായി പോയി എന്ന്. മനസ്സിലായോ? അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് ആ അവയർനെസ്, ജസ്റ്റിസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്തത് നീതിയല്ല എന്നൊരു ചിന്ത അവർക്ക് വരുന്നുണ്ട്. അവർക്കിത് തിരുത്തണം എന്നുണ്ട്, പക്ഷേ അവർക്ക് തിരുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു നല്ലൊരു വിവാഹ ജീവിതമാണ് അവർ തകർത്തത്. നിങ്ങളുടെ തകർത്തു. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. മറ്റേ ആരുടെ നിന്നാണോ ഈ പേഴ്സണെ അടിച്ചുകൊണ്ട് പോയത് നിങ്ങളുടെ പേഴ്സൺ, അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായി. അപ്പോൾ അവിടെ കുട്ടികളുണ്ടായി. അവർ ഭയങ്കര കഷ്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ആയിരുന്നു ആ സിറ്റുവേഷനിൽ. അപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. ആർക്ക്? ആ പേഴ്സൻ്റെ പേഴ്സണും. നിങ്ങളുടെ പേഴ്സൻ്റെ പേഴ്സൺ അല്ല, അത് നിങ്ങളാണല്ലോ. നിങ്ങളുടെ പേഴ്സൺ അടിച്ചുകൊണ്ട് പോയ പേഴ്സണിൻ്റെ റിലേറ്റീവ് മാരീഡ് ആയിട്ടുണ്ട്. അവരുടെ മാരേജിൽ ഉണ്ടായിരുന്ന വൈഫോ ഹസ്ബൻഡോ ആരാണാവും, ആ ഇത് അവർക്കിപ്പോൾ കുറ്റബോധം വരുന്നുണ്ട്. അവർക്ക് അവയർനെസ് വരുന്നുണ്ട് നേരിടായിട്ട് തെറ്റായിപ്പോയി. പക്ഷേ അവർ എന്നാലും ഇവിടെ മാരേജ് കാണിക്കുന്നുണ്ട്, മിസ്റ്ററി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ അടിച്ചുകൊണ്ട് പോയ ആളോട് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ് അല്ലെങ്കിൽ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണെന്ന കാര്യം സീക്രട്ടായിട്ട് വെച്ചേക്കുക, ഇതുവരെ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നൈറ്റ് ഓഫ് സ്വേർഡ്സ് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് വയലൻ്റ് ആയ പേഴ്സൺ ആണ് ഒബ്വിയസ്ലി.
ഭയങ്കര അഹങ്കാരമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്? എന്തുകൊണ്ടാണ് ചെയ്തത്? നേരത്തെ വന്നിരുന്ന കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്? സ്റ്റാർ കാർഡ് കണ്ടു. ഈ പേഴ്സണ് എന്താ പറയുക, പൂമ്പൊടി കയറ്റി കിടക്കും കല്ലിന് മുന്നാം സൗരഭ്യം, അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ആ മറ്റേ പേഴ്സൺ ഭയങ്കര കുറച്ച് ഫേമസ് ആയ ആളാണ്. അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ സീരിയസ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. റിലേഷൻഷിപ്പിലേക്ക് പോയപ്പോൾ, മറ്റേയാളുടെ ലൈഫിലേക്ക് പോയപ്പോൾ അവിടെ സ്റ്റക്കായി പോയതാണ്. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോയിട്ട് പിന്നെ മറ്റേയാൾ ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ പെട്ടുപോവുകയാണ് ചെയ്തത്. മനസ്സിലായി? അവർ പ്രതീക്ഷിച്ചില്ല. ഒരു ആരാധനയോടെ പോയതാണ്. പക്ഷെ ആരാധന മാറി അതൊരു റിലേഷൻഷിപ്പിലേക്ക് വളർന്നപ്പോൾ, കാരണം മറ്റേയാൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ ആ പേഴ്സൺ അവരുടെ ഫാമിലിയിൽ ഹാപ്പി അല്ലായിരുന്നിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സ്നേഹം അഭിനയിച്ചപ്പോൾ ഈ പേഴ്സൺ അത് സത്യമായിട്ട് വിചാരിച്ച് ഇവരുടെ കൂടെ പോവുകയാണ് ചെയ്തത്. പിന്നെ കുറേ പൈസയുടെ കാര്യമുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് നിങ്ങളുടെ പേഴ്സൺ കുറേ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും പിന്നെ ഒരു 10 of Cups ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് സീക്രട്ടായിട്ട് വെക്കുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതല്ലല്ലോ എനിക്ക് വേണ്ടതെന്നൊരു കൺഫ്യൂഷനായി പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ മൊത്തം കൺഫ്യൂഷനിലാണ്. കാരണം ഈ ഇക്കരെ നിന്നപ്പോൾ അക്കരെ പച്ചാന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ അതും അത്ര പച്ചയല്ല. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകും? തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുമോ? അത് ഞാൻ നോക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടിയെയും അടിച്ചു മാറ്റി നാട് വിട്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പേഴ്സൺ ഒരു കുറ്റബോധമുണ്ട് നിങ്ങളോടല്ല, തേർഡ് പാർട്ടിയോട്. കാരണം അവരുടെ ജീവിതം നശിപ്പിച്ചു എന്നൊരു ചിന്ത. ഇതെനിക്ക് വേണ്ടായിരുന്നു, ഞാനൊരു മൂച്ചിന് അത് എടുത്തുകൊണ്ട് പോയതല്ലേ എന്നൊരു ചിന്ത. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ളത്. മനസ്സിലാവുണ്ടോ? അപ്പം നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടല്ല ഈ പേഴ്സണ് കുറ്റബോധം. തേർഡ് പാർട്ടിയുടെ ആരാണോ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് അവരെക്കുറിച്ച് ഓർത്തിട്ടാണ് കുറ്റബോധം. ചിലപ്പോൾ പേഴ്സണെ മടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും കുറ്റബോധം ആവണമെന്നില്ല. എങ്ങനെ ഇത് തിരിച്ച് അവരെ ഏൽപ്പിക്കാമെന്ന ചിന്തയിലായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അറിയില്ല. എന്തായാലും ഇങ്ങനെയായിരുന്നു ഉദ്ദേശം. വെറുതെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയതാണ്. ഒരു കമ്പം എന്ന് നമ്മൾ പറയില്ലേ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്നേഹം കിട്ടാൻ, അവിടെ നിന്ന് ഇങ്ങോട്ട് ആ പേഴ്സൺ കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ അതൊരു റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്തത്. അതാണ് പ്രശ്നം. ഓക്കെ, ചിലപ്പോൾ അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ സോഡിയാക് സൈൻ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, 2 ക്വീൻസ് ഉണ്ട് ഇവിടെ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, പൈസീസ്, അക്വാരിയസ്, 3 ക്വീൻസ് ഉണ്ട്. Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Capricorn, Pisces, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Libra, Taurus, Virgo, Capricorn, Scorpio, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Virgo, Pisces. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് ബ്ലൂ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. മിസ്റ്റേക്സ് തിരുത്തുക, അതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണലുള്ള എനർജി ഓറക്കിൾ മെസ്സേജ് ആയിരുന്നു അത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് പിങ്ക് സെലക്ട് ചെയ്യുന്നത്. നിങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത്, എന്താണ് തെറ്റ് ചെയ്തത്. നിങ്ങൾക്കറിയാം എന്ത് തെറ്റാണ് പേഴ്സൺ ചെയ്തതെന്ന് അല്ലേ? ഓക്കെ, അപ്പോൾ ഞാനിത് അടുത്ത റീഡിംഗ് ആണ്, രണ്ടാമത്തെ റീഡിംഗ് ഓറക്കിൾ മെസ്സേജ് ആണ്. ഒരു കൊട്ട ഓറക്കിൾ
ഓറക്കിൾ മെസ്സേജ് വീഴും. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതെല്ലാം ആവശ്യമുണ്ടാവും. എന്നാലും നമുക്ക് ഒരെണ്ണം പെർഫെക്റ്റ് ആയിട്ട് ഒരെണ്ണം ഇതുപോലെ ചോദിക്കാം. ഓക്കെ, കിട്ടി. Stillness, external forces, emphasizes the significance of staying calm and composed amidst external forces and challenges. The current stillness period you are experiencing is a precursor to the upcoming trials that lies ahead. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് എന്തോ ഒരു വലിയൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് കുറച്ച് ചാലഞ്ചിങ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അതിനു മുമ്പുള്ള ഒരു അപ്പോൾ യൂണിവേഴ്സ് ഈ കാർഡ് ഓറക്കിൾ മെസ്സേജ് എന്താ പറയുന്നത് വെച്ചാൽ ആ ചാലഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ കുറച്ച് കാം ആൻഡ് കൺട്രോൾഡ് ആയിട്ടിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്തോ വലിയൊരു സിറ്റുവേഷൻ, ചിലപ്പോൾ ഒരു കേസിന് വിധി ആവാൻ പോകുന്നുണ്ടാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷന് വിധിയാവാൻ തീർപ്പാവാൻ പോകുന്നുണ്ടാവാം. മനസ്സിലായോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമുണ്ടെങ്കിൽ അതിന് ഒരു മീൻസ് ചിലപ്പോൾ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അതിനൊരു തീർപ്പാകാൻ പോകുന്നുണ്ടാവും. അപ്പോൾ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതൊരു ഭീകരമായ സിറ്റുവേഷൻ ആവാനാണ് വഴി. അപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട നടപടികൾ എടുക്കണം എന്നാണ് ഇവിടെ ഓറക്കിൾ മെസ്സേജ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി ഡിസപ്പോയിൻമെൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജിയാണ്. മൂൺ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്നാണോ അതോ പേഴ്സൺ സ്വയം പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നടിക്കുകയാണോ എന്നറിയില്ല. എന്തായാലും കുറേ സീക്രട്സ് പേഴ്സൻ്റെ മനസ്സിലുണ്ട്, അത് ആരോടും പറയുന്നില്ല. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണ്, ഒരു ഡിപ്രഷനിലൊക്കെ ആയിരിക്കും. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഡിപ്രഷനിലെ ആൾക്കാർ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പെട്ടെന്നാണ് ഓരോ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരെ സൂക്ഷിക്കണം. പുറമേ ചിരിച്ച് കളിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ എന്തോ ഒരു വളരെ ബുദ്ധിമുട്ടിലാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ടാണ് വലിയൊരു കാര്യത്തിന് തീരുമാനമാകാൻ പോകുന്നുണ്ട് ആ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും. അപ്പോൾ അതൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചേക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ആ പേഴ്സൻ്റെ മനസ്സിൽ. ഒറ്റയാണ്, ആരോടും പറയാൻ പറ്റില്ല എന്നൊക്കെ ഒരു ഇത്. ഇന്നത്തെ കാലത്ത് ഈ സൈബർ കേസുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഭാര്യമാരും ഭർത്താക്കന്മാരും മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാറുണ്ട്. കാരണം അത് ഞാൻ ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ, എന്ന് വെച്ചാൽ എൻ്റെ പേരിൽ ഇപ്പോൾ ഒരു സൈബർ കേസ് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും പെണ്ണ് കേസോ ആണ് കേസോ എന്ത് കുന്തോമിലാവട്ടെ, എന്തായാലും വളരെ ഈസിയാണ് മറ്റുള്ളവരെ ട്രാപ്പ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആരോടും പറയാൻ പറ്റില്ല. ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാനല്ല ചെയ്തത്, എൻ്റെ അല്ല ഫോട്ടോ, നമ്മൾ ഈ സീരിയലിലൊക്കെ കാണാറില്ലേ. അപ്പോൾ പക്ഷേ ആര് വിശ്വസിക്കും? അപ്പോൾ ആരോടും പറയണ്ട, ഞാൻ തന്നെ ഒതുക്കി തീർത്തോളാം, ഇതെങ്ങനെയെങ്കിലും ഞാൻ സോർട്ട് ചെയ്തോളാം, തന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന കുറേ പേരുണ്ടാവും നമ്മളുടെ ഇടയിൽ. അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ. എന്തോ ഒരു കേസിൻ്റെ കാര്യം എന്തൊക്കെയോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് സീക്രട്ടാണ് പിന്നെയും കാണിക്കുന്നത്, മിസ്റ്ററി ആണ് കാണിക്കുന്നത്. 2 of Cups. 2 of Cups എന്നൊരു ലവ് അഫെയർ ഉണ്ടോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളറിയാതെ? ഇത് 2 of Cups ആണ് കാണിക്കുന്നത്. വളരെയധികം പാഷനറ്റ് ആയിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ, ഒരു ട്വിൻ ഫ്ലെയിം പോലെ ഈ പേഴ്സണൽ ലൈഫിൽ ഉണ്ട്, ആരോ ഉണ്ട്. അപ്പോൾ പേഴ്സൺ അത് ഓർത്തിട്ടാണ് ഈ ടെൻഷൻ അടിക്കുന്നത്. ചിലപ്പോൾ പഴയ റിലേഷൻഷിപ്പ് പൊങ്ങി വന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ തുടങ്ങിയതായിരിക്കാം, അതിനൊരു തീർപ്പെടുക്കാൻ പറ്റുന്നില്ല. വളരെ ഒരു ബുദ്ധിമുട്ടിലാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും ഇത്, വീട്ടിൽ പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരിക്കാം, അറിയില്ല. എന്തായാലും നിങ്ങൾക്കറിയാൻ പറ്റും എന്താണ് സിറ്റുവേഷൻ. എന്തായാലും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഈ പേഴ്സണൽ ലൈഫിൽ വന്നിട്ടുണ്ട്. അത് വളരെ സീക്രട്ടീവായിട്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ആരോടും ഡിസ്കസ് ചെയ്തില്ല, വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. നിങ്ങൾ പേഴ്സൻ്റെ വീട്ടിൽ പറഞ്ഞാൽ വളരെ പ്രശ്നമാകുമെന്ന് അറിയുന്നത് കൊണ്ട് ഈ പേഴ്സൺ വീട്ടിൽ പറയാതിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കട്ടെ. ഇൻവെസ്റ്റ് ചെയ്യണോ? ഓക്കെ, ഒരു ഫാദർ ഫിഗറിനെ കാണിക്കുന്നുണ്ട്. ഫാദർ ഫിഗർ ചിലപ്പോൾ ഈ പേഴ്സൻ്റെ ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ ആയിരിക്കാം. ഈ പേഴ്സൺ തന്നെയാണെങ്കിൽ ഈ പേഴ്സൺ ഒരു അച്ഛനാണ്, അമ്മയാണ്, ആരെങ്കിലും എന്നുവെച്ചാൽ ഒരു കുട്ടികളൊക്കെ ഉള്ള ഒത്തിരി മെച്യൂർഡായ ആരോ ഒരാളാണ്. പക്ഷെ തീരുമാനങ്ങൾ എടുക്കുന്നില്ല. അപ്പോൾ തീരുമാനം എടുക്കാനൊരു വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സണെതിരെ ആരെങ്കിലും ഈ പേഴ്സണെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവാം. ഓക്കെ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്തോ ഒരു സിറ്റുവേഷനിൽ. ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. സാധാരണ ഈ പേഴ്സൺ മീൻസ് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, ഭയങ്കര സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്, എന്തിനേയും ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യമുള്ള ആളാണ്. പക്ഷേ ഈ സിറ്റുവേഷൻ ഈ പേഴ്സണെ തളർത്തി കളഞ്ഞേക്കുകയാണ്. ഈ പേഴ്സൺ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. നമുക്കൊരു ഓക്കെ, ഇത് പഴയ ഒരു സിറ്റുവേഷൻ പൊങ്ങി വന്നതാണ് കേട്ടോ, നൊസ്റ്റാൾജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ പഴയ ഏതോ ഒരു റിലേഷൻഷിപ്പ് പൊങ്ങി വന്നതാണ് കണ്ടത്. പക്ഷേ ഈ പേഴ്സൺ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. അവരോട് പണ്ടത്തെ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളുടെ ഒരു പഴയ റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ അവരിപ്പോൾ ഇത്തിരി കഷ്ടപ്പാടിലാണെന്ന് പറയുമ്പോൾ നമുക്ക് അവരെ സഹായിക്കാനൊക്കെ തോന്നും. അപ്പോൾ അവരിപ്പോൾ നമ്മളോട് മീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളുടെ പേഴ്സണോട് ഇപ്പോൾ ഉള്ള പേഴ്സണോട് ഇഷ്ടം ഉണ്ടാവും. പക്ഷെ എന്നാലും പഴയ പേഴ്സൺ പറയുമ്പോൾ അവരെ ഒന്ന് മീറ്റ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഒരു ചിന്തയുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് അങ്ങോട്ട് ഡെവലപ്പ് ആയില്ല ഇവരുടെ പാസ്റ്റിൽ. ഈ പേഴ്സൺ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും ആ റിലേഷൻഷിപ്പിന് ഒരു ആക്ഷൻ എടുത്തില്ല. അതുകൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പ് അത് നിന്നുപോയി. അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ആ പേഴ്സൺ മറ്റേ പാസ്റ്റിലുള്ള പേഴ്സൺ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ പണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവർ പണം വല്ലതും ആവശ്യപ്പെട്ടിട്ടുണ്ടാവും നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന്. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സണ് അവരെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ എന്തായിരിക്കും ഇതിൻ്റെ കോൺസിക്വൻസസ് എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ധൈര്യക്കുറവുണ്ട് ഈ പേഴ്സണ്. അതുമാവാം, അതല്ലെങ്കിൽ പഴയ കാര്യം വിചാരിച്ചിട്ട് ആരോ സഹായം ചോദിച്ചപ്പോൾ അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ അതിൽ ഭയങ്കര വിശ്വസിച്ച് കൊടുത്തതാണ്. അപ്പോൾ വിശ്വസിച്ച് കൊടുത്തിട്ട് ആ പൈസ തിരിച്ചു കിട്ടുന്നില്ല. ഇത്രയും കാലത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയിട്ടില്ല ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ കേസിൻ്റെ വിധി പറയാൻ പോവുമായിരിക്കും. അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ മറ്റുള്ളവർ ഇടനിലക്കാരായിട്ട് സംസാരിച്ച് അത് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. എന്തായാലും വലിയൊരു എമൗണ്ട് ആണ്. പക്ഷേ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം തോന്നുന്നത്, ഇത് വേറെ ഒരാളാണ്. പക്ഷേ ആ പേഴ്സൺ ശരിക്കും നിങ്ങളുടെ പേഴ്സണെ മുതലെടുക്കുകയോ ചെയ്താൽ ചിലപ്പോൾ ആ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാവാം. മനസ്സിലായി? ഇന്നത്തെ കാലം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു കോൺഫ്ലിക്റ്റ് ആയി മാറി, കൺഫ്യൂഷൻ. അപ്പോൾ ഇതൊരു വലിയൊരു സഹായമാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്തത്. പക്ഷെ അത് നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. എന്ന് വെച്ചാൽ അവർ വളരെ നിങ്ങളുടെ പേഴ്സൺ ഇത്തിരി ശുദ്ധഗതിയുള്ള ആളാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ മനസ്സ് മാറ്റി ഇവരുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ പൈസ ചോദിച്ചപ്പോൾ അത് ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഒരു ഇതിലേക്കാണ് പോകുന്നത്. എന്നുവെച്ചാൽ എല്ലാവരും വിളിച്ച് പറയും, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ അത്ര വലിയ ഇപ്പം ചെറുപ്പത്തിലെ നമ്മൾ പരിചയമുള്ള ആളുകൾ പ്രായമാവും തോറും അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരുടെ ക്യാരക്ടറിൽ വ്യത്യാസം വരും. നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലായില്ല. ചിലപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടാവും കൊടുക്കണ്ടെന്ന്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പണ്ടത്തെ ആ ഓർമ്മയിൽ ആണ് സഹായിച്ചത്. പക്ഷേ ഇതൊരു തലവേദനയായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ പേഴ്സണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ചെറുതായിട്ടൊരു എന്താ പറയുക, അവിടെ ഒരു സിറ്റുവേഷൻ പിന്നെയും ആ റിലേഷൻഷിപ്പ് ഒന്ന് റീബിൽഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ പേഴ്സണും ആ പേഴ്സണും തമ്മിൽ ഉടക്കിയാണ് പിരിഞ്ഞത് പാസ്റ്റിൽ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് ഇവരിപ്പോൾ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ പൈസ കൊടുത്തത്. പക്ഷെ അതൊരു തലവേദനയായിട്ട് മാറി. അപ്പോൾ വെയിറ്റ് ചെയ്തു പൈസ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇവർ ഭയങ്കരമായിട്ടുള്ള കണ്ണിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. കുറേ നാൾ പേഴ്സൺ ക്ഷമിച്ചു.
പിന്നെ ചോദിച്ചപ്പോഴാണ് ഇവർ ബ്ലാക്ക് മെയിലിൻ്റെ ഇതിലേക്ക് പോയത്. അപ്പോൾ ഇവർ ഭയങ്കര ഡെവലപ്ഡ് ക്യാരക്ടറുള്ള ഒരു പേഴ്സൺ ആണ്, നിങ്ങളുടെ പേഴ്സണിന് പൈസ കൊടുത്തേക്കുന്ന ആൾ. മനസ്സിലായോ? അപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കുറേ നടന്നു. പിന്നെ അതുമല്ല, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണെതിരെ കഥകൾ ഉണ്ടാക്കുന്നുണ്ട് ഇവർ. അതൊന്നും നിങ്ങളോട് ഈ പേഴ്സൺ പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാനസികമായിട്ട്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഞാൻ പൈസ കൊടുത്തു, അത് കഴിഞ്ഞ് തിരിച്ചു തരണില്ല എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് പോസിറ്റീവ് ഇതിലെടുക്കില്ലല്ലോ. ആ നിങ്ങളുടെ പേഴ്സണ് ചെറിയൊരു ദുരിദോഷം ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി. കാരണം ഇപ്പോൾ ആകെ പെട്ട സ്ഥിതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആരോടും പറയാൻ പറ്റില്ല. ഇതൊക്കെ സീക്രട്ടായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് പേഴ്സൺ. അവർ ശരിക്കും ട്രാപ്പ് ചെയ്തതാണ് നിങ്ങളുടെ പേഴ്സൺ. അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഈ പേഴ്സൺ ഉണ്ട്. ആ പേഴ്സൺ ഒരിക്കലും, നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ആ പേഴ്സൺ ഇങ്ങനത്തെ ഒരു അധപ്പതിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ അവർക്കൊരു നിലയുണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് മനസ്സിലായത്. അവർ അതിൽ നിന്നൊക്കെ വിട്ടുപോയി ഭയങ്കരമായ അധപ്പതനമാണ് പേഴ്സൺ ഉണ്ടായത്. നിങ്ങളുടെ പേഴ്സൺ പൈസ കൊടുത്ത ആൾ ഇപ്പോൾ വളരെയൊരു അധപ്പതനത്തിലാണെന്ന് ഇപ്പോഴാണ് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ പൊതുവേ വളരെ കെയർഫുള്ളാണ് ആരോടാണ് ഡീൽ ചെയ്യുന്നതെന്നൊക്കെ. പക്ഷെ ഇതൊരു പെട്ടുപോയതാണ് പാസ്റ്റിലെ സിറ്റുവേഷൻ ആയതുകൊണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഈ നിങ്ങളുടെ പേഴ്സണ് ചെറുതായിട്ട് ആ റിലേഷൻഷിപ്പ് ഒന്ന് ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതൊരു ശുദ്ധഗതിയാണ്, മനസ്സിലായോ? മറ്റുള്ള ഫ്രണ്ട്സ് എല്ലാം കൂടെ പിരികേറ്റി വിട്ടതായിരിക്കാം. എന്തായാലും എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് പോയതെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടംപോലെ പണം, ഇത് മൊത്തം പണമാണ്, മനസ്സിലായോ? ടെൻഷൻ. അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഒരാൾ ഹാർഡ് വർക്കിംഗ്. അപ്പം ആ പേഴ്സൺ പൈസ മേടിച്ചത് എന്തോ ഒരു ബിസിനസ്സിൽ ഇടാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാവും? ഒരു പഴയ സുഹൃത്താണ്, സ്ത്രീയാണോ പുരുഷനാണോ എന്നറിയില്ല. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ത്രീ ആണെങ്കിൽ പൈസ കൊടുത്തേക്കുന്ന ഒരു പുരുഷനാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു പുരുഷനാണെങ്കിൽ പൈസ കൊടുത്തേക്കുന്നത് ഒരു സ്ത്രീക്കാണ്. അപ്പോൾ അവർ ഒരു പുതിയ ബിസിനസ് തുടങ്ങാം, ഇപ്പോൾ മണി ചെയിൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആരും സഹായിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ബിസിനസ് മൈൻഡുള്ള ആളായതുകൊണ്ട് ഓക്കെ എന്നാലും ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ്, അപ്പോൾ തിരിച്ചു തരാം, ഇത്രയും ഇതായിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഈ പേഴ്സൺ കൊടുത്തതാണ് കണ്ടത്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഹാർഡ് വർക്ക് ചെയ്ത മണിയാണ്, അപ്പം പൈസയാണത്. അപ്പോൾ പേഴ്സൺ അങ്ങനെയാണെങ്കിൽ അതും ഒരു വരുമാനമാകുമല്ലോ എന്ന് വിചാരിച്ചു. നിങ്ങളോട് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അപ്പോൾ കുറച്ചും കൂടെ ഒരു വരുമാനം ഫാമിലിയിലേക്ക് വരുന്ന നല്ലതാണല്ലോ. നിങ്ങൾ ചിലപ്പോൾ ഉടക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് കാര്യം. അപ്പോൾ പേഴ്സൺ കൂടുതൽ വരുമാനം, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആവും അത് എന്ന് വിചാരിച്ചിട്ടാണ് ഒരു അപ്കമിങ് കമ്പനിയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷെ അതൊരു വലിയ തലവേദനയായിട്ട് മാറി നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അതാണ് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു തീരുമാനം ആവുന്നതെന്ന് പറയില്ല. ചിലപ്പോൾ ആ കമ്പനി പൊളിഞ്ഞു പോയിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു ഷെയർ നിങ്ങളുടെ പേഴ്സണ് കിട്ടണമല്ലോ. പക്ഷേ ആ പേഴ്സൺ ആ പൈസ പോലും കൊടുക്കാൻ റെഡിയല്ല ഈ പഴയ ഫ്ലെയിം അല്ലെ ട്വിൻ ഫ്ലെയിം, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സൺ ഇത്രയും സ്ട്രെസ്സ്. അത് നിങ്ങളോട് പറയാനും പറ്റില്ല. അപ്പോൾ അതാണ് ഓരോരുത്തരും പോയി ഓരോ കുഴി ചാടും, വീട്ടിൽ പറയാൻ ധൈര്യമില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ എക്സ്ട്രാ ഇൻകം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ ഇത് ഉള്ളതും പോയി എന്ന് പറഞ്ഞ പോലെയായി. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഭയങ്കര പൈസ വളരെ സൂക്ഷിച്ച് ചിലവാക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു കാര്യം കൊണ്ടാണ്, ഒരു സോഫ്റ്റ് കോർണർ അവരോടുണ്ട്, പോരാത്തതിന് നല്ലൊരു ഇൻകം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. അത് പണിയായി. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീഡിംഗ്. ടോറസ് വെർഗോ കാപ്രിക്കോൺ. ടോറസ് വെർഗോ കാപ്രിക്കോൺ മൊത്തം പൈസയുടെ കളിയാണ്. ടോറസ് വെർഗോ കാപ്രിക്കോൺ, അക്വാരിയസ് ലിബ്ര ജെമിനായി, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ക്യാൻസർ പൈസസ് സ്കോർപിയോ, ടോറസ്, ഏരീസ് ലിയോ സാജിറ്റേറിയസ്, കാപ്രിക്കോൺ, എർത്ത് സയൻസ് ആണ് മൊത്തം. ഏരീസ് ലിയോ സാജിറ്റേറിയസ്, ക്യാൻസർ പൈസസ് സ്കോർപിയോ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, വെർഗോ പൈസീസ്, ക്യാൻസർ പൈസസ് സ്കോർപിയോ, ക്യാൻസർ, ടോറസ് വെർഗോ കാപ്രിക്കോൺ, ഏരീസ്, അക്വാരിയസ് ലിബ്ര ജെമിനായി, ക്യാൻസർ പൈസസ് സ്കോർപിയോ, ഏരീസ് ലിയോ സാജിറ്റേറിയസ്. ഇപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഇങ്ങനെ പ്രതീക്ഷയില്ല ഒട്ടും. ഇതൊരു തലവേദനയാവുമെന്ന് വിചാരിച്ചില്ല. ഓക്കെ, അടുത്തത് ഗ്രീൻ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. അപ്പോൾ ഗ്രീൻ സെലക്ട് ചെയ്തവരുടെ പേഴ്സണുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഗ്രീൻ സെലക്ട് ചെയ്തവരുടെ പേഴ്സണുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്?
എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ എന്നാണ്. നിങ്ങളുടെ പേഴ്സൺ പുതിയൊരു സ്ഥലത്തേക്ക് ജോലി സ്ഥലം മാറ്റം കിട്ടി പോകുന്നുണ്ടോ, അതോ ഫോറിൻ എബ്രോഡ് പോകാൻ പോകണോ, എന്തെങ്കിലും കാര്യത്തിന് പുറത്തേക്ക് പോകുന്നുണ്ടോ? അപ്പോൾ പുറത്തേക്ക് പോകുന്നത് കൊള്ളാം. അപ്പോൾ പേഴ്സൺ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അങ്ങോട്ട് എടുത്ത് ചാടി തീരുമാനം എടുക്കുകയല്ല വേണ്ടത്. എല്ലാം നോക്കിയും കണ്ടും വേണം, വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം പുതിയ സ്ഥലത്തേക്ക് പോകാനെന്നാണ് പറയുന്നത്. കേട്ടോ? പുതിയ സ്ഥലം, പുതിയ ആളുകളെ പരിചയപ്പെടുക, പുതിയ ആളുകൾ ജീവിതത്തിലേക്ക് വരിക, ഇതൊക്കെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പുതുമ നമുക്ക് ഇഷ്ടമാണല്ലോ, ചിലർക്ക് ഇഷ്ടമല്ല, എന്നാലും മിക്കവർക്കും പുതിയ കാര്യങ്ങൾ ഇഷ്ടമാണ്. പുതിയ ഉടുപ്പ്, പുതിയ വീട്, പുതിയ വണ്ടി, പുതിയ ബുക്ക്, എന്തായാലും പുതിയ പെൻസില്, പുതിയ പേന, എല്ലാം. ഓക്കെ, ഇൻഡിസൈസീവ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ പേഴ്സൺ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് പോണ കാര്യത്തിനെ കുറിച്ച് ഓർത്തിട്ട്. കേട്ടോ? പോണോ വേണ്ടയോ, പോയാൽ എന്താണ് നടക്കാൻ പോകുന്നത്? അപ്പോൾ ഇതൊക്കെ വളരെ പ്ലാനിങ്ങോടെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന ആളല്ല. അപ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എന്താ പറയുക, തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പല കുറി ആലോചിക്കുന്ന ആളാണ്. കേട്ടോ? ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം നമുക്ക്. ഈ കാർഡ്സ് ഞാൻ എപ്പോൾ എടുക്കുമ്പോഴും നെഗറ്റീവ് ആയിരിക്കും, തിരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ തിരിച്ചു, പിന്നെയും നെഗറ്റീവ് വരുന്നുണ്ടോ? നെഗറ്റീവ് കണ്ടപ്പോൾ ഞാൻ അത് പോസിറ്റീവ് ആക്കിയപ്പോൾ പിന്നെയും നെഗറ്റീവ് വരുന്നുണ്ട്. ടു ഓഫ് പെന്റക്കിൾസിനെ ക്ലാരിഫൈ ചെയ്യുന്നതും ടു ഓഫ് പെന്റക്കിൾസ് ആണ്. കണ്ടോ? ഭയങ്കര ഇൻഡിസൈസീവ്നെസ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ഡ്രീമേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷനെ കുറിച്ച് ഡ്രീം ചെയ്തിട്ടുണ്ട്, വളരെ ആഗ്രഹിച്ച ഒരു സിറ്റുവേഷനാണ്. പക്ഷെ അത് കൈ കിട്ടിയപ്പോൾ അതിൽ അങ്ങോട്ടൊരു എല്ലാം ചിലപ്പോൾ വീട്ടുകാരെ വിട്ടു പോകാനും നിങ്ങളെ ഇവിടെ ആക്കിയിട്ട് പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടായിരിക്കും. അവിടെ പോയാൽ പുതിയ ആളുകൾ, പുതിയ സിറ്റുവേഷൻ, പുതിയ ഭക്ഷണം, എല്ലാം പുതുമയാണ്. ഇതെങ്ങനെ ഞാൻ ടാക്കിൾ ചെയ്യും എന്നൊരു ചിന്ത ഈ പേഴ്സണുണ്ട്. അതുകൊണ്ട് വേണോ വേണ്ടേ എന്നൊരു ചിന്തയുണ്ട് പേഴ്സൺ. ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നെങ്കിലും ഇപ്പം അത്ര എക്സൈറ്റ്മെൻറ്റ് ഇല്ല. ഓക്കെ, എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ സിറ്റുവേഷൻ? നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? അയ്യോ എല്ലാം കൂടി തലവിട്ട് താഴെ വരും. ഓക്കെ, അപ്പോൾ Knight of Pentacles, the world. ഈ പേഴ്സണ് ഉൾഭയം കുറച്ച് കൂടുതലാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളോട് പറയുന്നില്ല ഈ പേഴ്സൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ട്, ഈ പേഴ്സണ് പോകാനുള്ള മടിയെക്കുറിച്ച്, ഇത്രയും എല്ലാവരിൽ നിന്നും അകന്ന് പോകാനുള്ള മടിയെക്കുറിച്ച് നിങ്ങളോട് ഈ പേഴ്സൺ ഡിസ്കസ് ചെയ്യുന്നില്ല, മനസ്സിൽ വെക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ ചെയ്യുന്നത്. യാത്ര പോകുന്നതിന് വളരെ ഡിലേ ചെയ്തിട്ടാണ് ഈ പേഴ്സൺ കാര്യങ്ങളൊന്നും സ്പീഡപ്പ് ചെയ്യുന്നില്ല. ആദ്യമൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ പേഴ്സൺ അത്ര വലിയ എക്സൈറ്റഡ് അല്ല അങ്ങോട്ട് പോകുന്ന കാര്യത്തിനെ കുറിച്ച്. കേട്ടോ? പൈസ ഉണ്ടാക്കാം, അതൊക്കെ ഈ പേഴ്സൺ അറിയാം. പക്ഷേ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നൊരു ചിന്തയാണ്. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് നിങ്ങളായിരിക്കും. അപ്പം നിങ്ങളിത് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വീൻ ഓഫ് കപ്സ് എനർജിയിലായിരിക്കാം നിങ്ങൾ ജെൻഡർ അല്ല ഞാൻ പറയുന്ന എനർജിയാണ് പറയുന്നത്. ക്വീൻ ഓഫ് കപ്സ് വളരെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്.
അപ്പോൾ പൈസ ഇല്ലായ്മ ഉണ്ടായിട്ടും നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ ഈ പേഴ്സണ് ധൈര്യമില്ല. വളരെ ബുദ്ധിമുട്ടിയായിരിക്കും നിങ്ങളെ കിട്ടിയത് കയ്യിൽ. എന്ന് വെച്ചാൽ വിവാഹം നടന്ന അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വന്നത് വളരെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കാം. അപ്പോൾ അതൊരു ചാൻസ് എടുത്ത് റിസ്ക് എടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ റെഡിയല്ല. അപ്പോൾ പോകണോ വേണ്ടയോ? കാരണം ഇത്ര ദൂരെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി തിരിച്ചു വരേണ്ടി വന്നാൽ അത് വരാൻ പറ്റില്ലെങ്കിലോ എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരു ഫാദർ ഓഫ് വോൺസ് കാണിക്കുന്നുണ്ട്. പക്ഷെ അവരോട് ആ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിൻ്റെ പുറകെയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അത് ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. ചിലപ്പോൾ ഈ പേഴ്സണെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആൾ എന്തെങ്കിലും ചീത്ത ഉദ്ദേശത്തിലായിരിക്കും പറഞ്ഞത്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് കാര്യം പിടുത്തം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല അവരായിട്ട്. ഇറ്റ് മീൻസ് അവരുടെ ഉദ്ദേശം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അത്ര ഹാപ്പി അല്ല അങ്ങോട്ട് പോകും. അതുകൊണ്ടാണ് ഈ ചിന്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പോയാൽ ഗുണമുണ്ടെന്നറിയാം, പക്ഷെ അതുപോലെ തന്നെ ദോഷമുണ്ടാവാനും വഴി ഉണ്ട്. അതൊരു പ്രാരാബ്ധമായിട്ട് വരുമെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. മനസ്സിലായോ? നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. നിങ്ങൾ വളരെ അൺകണ്ടീഷണൽ ലവ് കൊടുക്കുന്ന ഒരു സോൾമേറ്റ് കണക്ഷനാണ്. പണത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ എല്ലാം ഉണ്ട്. ചിലപ്പോൾ നിങ്ങളും ജോലി ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊരു ട്രാപ്പിൽ ആകാം ഇവരിപ്പോൾ ചെന്ന് പെടുന്നതെന്ന് ഇവർക്കൊരു ചിന്തയുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്ന കാര്യത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ആലോചിച്ച് തീരുമാനം എടുക്കുന്നത്. മനസ്സിലാണോ? 3 of Pentacles, 10 of Cups. നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയണമെന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയുക, അതിനൊരു അറിവ് വേണമല്ലോ. അപ്പോൾ ആ ഒരു അറിവ് നിങ്ങളിൽ കുറച്ചുകൂടി ശുദ്ധഗതിയുള്ള ആളാണ്. മറ്റുള്ളവരുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കാനുള്ള, ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് കുറവാണ്. ഇത് നിങ്ങളുടെ എനർജി ആവാം, നിങ്ങളുടെ പേഴ്സണൽ എനർജി ആവാം, എങ്ങനെ വേണമെങ്കിലും എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 5 of Swords അപ്രൈറ്റ് വരികയാണെങ്കിൽ വളരെ എന്താ പറയുക സ്വന്തം കാല് കുഴി വെട്ടുന്ന ആളെന്നില്ലേ പറയില്ലേ ഒരു ക്യാരക്ടർ, അതായിട്ട് വരും. ഇത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ മറ്റുള്ളവരെ ഈ പേഴ്സണെ മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള, ചിലപ്പോൾ ഇതിനു മുമ്പ് ഇവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളറിയാതെ നിങ്ങളുടെ പുറകിൽ. പക്ഷേ ഇപ്പോൾ ആ പേഴ്സൺ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആ പേഴ്സൺ അങ്ങനെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള ആളെ ഒഴിവാക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. കാരണം അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അപ്പം നിങ്ങളുടെ രണ്ടുപേരും ലൈഫിൻ്റെ ഇടയിൽ ഒരാൾ കളിക്കുന്നത്, അയാളാണ് ഈ കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞത്, റിവേഴ്സാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആ പേഴ്സണോട് ഇൻട്രസ്റ്റ് ഇല്ല. മനസ്സിലായി? അതുകൊണ്ടാണ് ആ പേഴ്സൺ കൊണ്ടുപോകാൻ, ഫോറിനിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ചെയ്യുമ്പോൾ അത് എടുക്കാതിരിക്കാൻ നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ നല്ല ഓഫർ ആയതുകൊണ്ട് അതും ഒരു കൺഫ്യൂഷനാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി ഇതിൽ കണ്ടു എന്തുകൊണ്ടാണെന്ന്. നൈറ്റ് ഓഫ് കപ്സ്. കാരണം ഈ പേഴ്സൺ ചെന്ന് കയറാൻ പോകുന്ന വേറൊരു റിലേഷൻഷിപ്പിലാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. മനസ്സിലായി? ചിലപ്പോൾ അക്കോമഡേഷൻ അവർ താമസിക്കുന്ന അടുത്ത് തന്നെയായിരിക്കും. അപ്പോൾ ഇവർക്ക് കൂടുതൽ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ അത് അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവോയ്ഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഉഴപ്പുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ വളരെ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു എനർജി ആവാം നിങ്ങളുടെ പേഴ്സണെ ജോബ് ഓഫർ ചെയ്തേക്കുന്നത്. അവരുടെ ഉദ്ദേശം അത്ര നല്ലതല്ല. അപ്പോൾ ഈ നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊന്ന് ബാക്ക് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇതൊരു വേറൊരു സിറ്റുവേഷനിലേക്ക് പോകും എന്നത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഈ പേഴ്സണ് ഹാപ്പിനെസ്. മനസ്സിലായോ? മറ്റേ ആ പേഴ്സണിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതില്ല. അപ്പോൾ അവരുടെ സന്തോഷം, നിങ്ങളുടെ പേഴ്സണിൻ്റെ സന്തോഷം ഇവിടെ ഇട്ടിട്ടാണ് പേഴ്സൺ നരകത്തിലേക്ക് പോകുന്ന പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡിലേ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കണം. അപ്പോൾ വേറെ സ്ഥലങ്ങളിലൊക്കെ ജോലി അന്വേഷിക്കുന്നുണ്ടാവും. എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നാൽ മതിയല്ലോ, അങ്ങോട്ട് പോകണ്ടല്ലോ.
പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു ടെൻഷനിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഓറക്കൽ മെസ്സേജ് പറഞ്ഞത് പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധയോടെ പെരുമാറണം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇതിൻ്റെ സോഡിയാക് സൈൻസ് Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Leo, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Leo, Aquarius, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Gemini, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണലിലെ റീഡിങ് കേട്ടോ. അതാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ ഇനി വേറൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.